ഇവിടെ ഇത്രപ്പാട് വലിയുണ്ടായിട്ട് ഇതെങ്ങനെയാടെ കിണറ്റിൽ പോണേ? എടാ എനക്ക് തോന്നിയത് ആത്മഹത്യാ ശ്രമമാണ്. ഇത് ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരും. എന്തിനാടാ ഫയർഫോഴ്സ് അല്ല ഞാനുള്ളേരോ? ഇത് കട്ടിന്റെ ഉള്ളിൽ നിന്ന് ഫയർ വായിക്കലല്ല. എന്നാടാ കിണറ്റിൽ നിധിയുണ്ടാ? നിധിയില്ല, നിധിമോന്റെ പൂച്ചയുണ്ട് ഉള്ളില്. ആളിപ്പോ കിണറ്റിൽ തന്നെയാ ഉള്ളത്. ഇതില്ലേ, ഇത് കഴിഞ്ഞ ആഴ്ച എന്റെ കിണറ്റിലേനോടാ. ഇനി ഇതന്നെയാന്ന് തോന്നുന്നു പണി. നിന്റെ മുറ്റത്തച്ചപ്പിന് അടപ്പില്ലേ? ആ പൂച്ച തുള്ളി ആത്മഹത്യാകാരൻ ചെയ്യും കൗണ്ടർ കേട്ടിട്ട്. ആത്മഹത്യ ചെയ്താണല്ലോ. എടാ ക്യൂട്ട്നെസ് വാരി വെതറാനും കിണറ്റ് തുള്ളാനും അല്ലാണ്ട് ഇതിനെ കൊണ്ട് വേറെ ഉപയോഗം ഉണ്ട് നനക്ക് പോകുന്നില്ല. ഇനിയിപ്പോ എങ്ങനെ എടുക്കുക? ഒന്നും നോക്കണ്ട, നമുക്ക് മോട്ടറിട്ട് വെള്ളം പറ്റിച്ചാളയാ. എടാ മഴക്കാലല്ലേ, എങ്ങനെയാന്ന് വെള്ളം പറ്റുക? ഓഗസ്റ്റിൽ പറ്റിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സെപ്റ്റംബറിലാണ് പറ്റുക. തൊട്ടി ഇറക്കി കൊടുത്താൽ മതി, കയറി വരും. എക്സ്പീരിയൻസ് ഉള്ള പൂച്ചയാണ്. എത്ര കിണറ്റ് തുള്ളിയതാ? കൂടാളി പഞ്ചായത്തിലെ എല്ലാ കിണറ്റിലും തുള്ളിയാ. ഇതും കൂടിയേനു ബാക്കിയുള്ളൂ. ഇതേനു ലാസ്റ്റത്തെ കിണർ. ഇനി ആദ്യം തൊട്ടിട്ട് അവസാനം വരെ റിപ്പീറ്റ് അടിക്കലായിരിക്കും. തുള്ളൽ എന്തായാലും നിർത്താൻ പോകുന്നില്ല മോനെ പൂച്ച. വന്നോട്ട് ഫയർഫോഴ്സ് എയർഫോഴ്സ് ആര് വേണ്ടിക്കും വന്നോട്ട്. ആ പൂച്ചനെ നമുക്ക് പൊതുശത്രുവായിട്ട് പ്രഖ്യാപിക്കണം പഞ്ചായത്തിന്റെ. അതിൽ അത്രേ ഉള്ളൂ. നിങ്ങൾ വേമ്പാ.